ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഞാൻ ഉറങ്ങാൻ നേരം ഗൈസ് ഏതാണ്ട് ആരാണ്ട് വിളിക്കുന്നൊരു കോളും കാളും കേട്ടാണ് ഗൈസ് ഞാൻ എണീറ്റത്. ഗൈസ് എൻ്റെ എൻ്റെ ഫോണും കാളൊക്കെ എവിടെ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇന്നലെ ഉറങ്ങാൻ നേരം എവിടാണ്ടേക്ക് അലാറം വെച്ചതാണ്. ഗൈസ് നമ്മളെ ഫോണും കാളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാരാണ് വിളിച്ചത്? എൻ്റെ ലവനല്ലേ ഗൈസ്. അപ്പം അവനെന്താ പറയുന്നത് നോക്കട്ടെ ഗൈസ്. ശരിയടാ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഒരു പണിയും ഇല്ലാതെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ നേരം ഗൈസ് നമുക്കൊരു പുതിയ പണിയും അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഡെലിവറി ബോയ് ആയിട്ടാണ് ഗൈസ് നമുക്ക് പണിയും അയാൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതായത് ചെറിയൊരു ഗുഡ് ജോബും ആളുമാണ്. അത് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഞാനിന്ന് ജിമ്മിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അതിൻ്റെയൊക്കെ ബാഗ് ഭയങ്കര വെയിറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്കാണെങ്കിൽ ജിമ്മിലൊന്ന് ഇച്ചിരി ഞാൻ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഓടി നോക്കാം. നമ്മളെ കാലിലൊക്കെ ശ്രദ്ധി വരണ്ടേ. അപ്പോൾ കാലിനൊക്കെ ഇച്ചിരി ഇതുണ്ടെങ്കിൽ മസിലുണ്ടെങ്കിലല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പൊക്കെ കുറേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗൈസ് നമുക്കാണെങ്കിൽ ഇച്ചിരി മസിലും കാലും വേണം ഗൈസ്. നമുക്കാണെങ്കിൽ മസിലും കാലൊക്കെ കുറവാണ്. നല്ല മസിൽ വേണം കേട്ടോ ഗൈസ്. അപ്പം ഇതൊക്കെ ഒന്നും കയറാനൊന്നും പറ്റത്തില്ല ഗൈസ്. എല്ലാം ഇവിടുത്തെ ചെറിയ എല്ലാം ഉടായ്പും കാരണമാണ് ഗൈസ്. ഞാൻ വെറുതെ ഒരു ജിമ്മിന് വേണ്ടി എല്ലാം കൂടെ സെറ്റാക്കിയതാണ്. എല്ലാം ഉടായ്പാണ് ഗൈസ്. എല്ലാം നല്ല ചിലത് അവനെ ഉടായ്പായിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇത് ഇതിനൊക്കെ ഒന്നര വെയിറ്റ് ഡേ. എൻ്റെ ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. ഇനി നമുക്കാണെങ്കിൽ നേരെ പോയതിന് ശേഷം കുളിക്കാൻ ഗൈസ്. അല്ലാതെ നമ്മളെ കൊണ്ട് ഈ ജിമ്മൊന്നും പറഞ്ഞ കാര്യമൊന്നും നടക്കൂല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെ പോയെന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയേക്കാം ഗൈസ്. നമ്മളാണെങ്കിൽ ഗൈസ് ഇന്നലെ ഒരു വീഡിയോ കാലൊക്കെ ഇട്ടായിരുന്നു ഗൈസ്. അപ്പം അതാണെങ്കിൽ ഗൈസ് എൻ്റെ പൊന്നോ നമ്മളാണെങ്കിൽ അവൻ്റെ കാറും കാളൊക്കെ എടുത്തുകൊണ്ട് പോയതിന് ശേഷം ക്രാഷ് ആക്കിയൊരു വീഡിയോ ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ ഗൈസ്. എൻ്റെ ഒടുപ്പത്തെ തണുപ്പ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മേളിൽ കയറി ഇന്ന ഗൈസ്. നമുക്കൊക്കെ നീ തരണം ചെയ്യണം ഗൈസ്. നമുക്ക് രാത്രിയൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടി കാളൊക്കെ വരും. അതുപോലെ തന്നെ ഗൈസ് നമുക്കാണെങ്കിൽ നാളെ ആണെങ്കിൽ KSRTCയിലാണെങ്കിൽ നാളെ ഡ്യൂട്ടി ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടിയാണ്. എൻ്റെ അടിപൊളിയായിരിക്കും കേട്ടോ ഗൈസ്. നമ്മളൊരു പഴുവാകും ഗൈസ്. ഇരുന്ന് ഒരു പഴുവാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഗൈസ് അങ്ങനെയാണെങ്കിൽ ഞാനങ്ങനെ കുളിച്ചുങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡെലിവറി ബോയിലൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ള ബൈക്കാണ് ഗൈസ്. നമ്മളെ സ്പ്ലെൻഡറാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇന്ന് ഉടുപ്പും കാലൊക്കെ മാറാം. ഈ റെഡ് ഉടുപ്പിടാം, പിന്നൊരു ക്യാപ്പ്, പിന്നൊരു പാൻറ്റ്, പിന്നൊരു മാസ്ക് ഗൈസ്. അപ്പോൾ ഇടാം ഗൈസ്. നമുക്കാണെങ്കിൽ ഇപ്പോഴേ ബാഗൊന്നും കിട്ടത്തില്ല ഗൈസ്. നമുക്കാണെങ്കിൽ പോകേണ്ടുള്ളിടത്ത് പോയതിന് ശേഷം അവിടെ സൈൻ ഇട്ടതിന് ശേഷം ബാഗും കാലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ പോകുന്ന ബൈക്കെന്ന് വെച്ചാൽ ഈ സ്പ്ലെൻഡർ ബ്ലാക്കിലാണ് കേട്ടോ ഗൈസ്. ഇത് ഏത് വേഷനാണെന്നോ അറിയാവുന്നവരും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നമ്മളെ മുമ്പിലാണെങ്കിൽ ലംബോർഗിനി ആളൊക്കെ പോട്ട് ഗൈസ്. അപ്പം പോകുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് കടത്തി വെട്ടിക്കണം ഗൈസ്. ഇവനെ പഠിച്ച് ഇവരാണെങ്കിൽ നല്ല പക്കാ മൈലേജാണ് ഗൈസ്. ഇവനെയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ സീനായിരിക്കും ഗൈസ്. ഏറ്റവും ഫേവറേറ്റ് ആ ബൈക്കിനെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ സ്ഥലവും കാരണം വരുന്നത്. ഇവിടെ വെച്ചാണ് ഗൈസ്. ഇതിൻ്റെ മേളിലാണ് ഗൈസ് നമുക്കാണെങ്കിൽ ഡെലിവറി സൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുള്ളത്. അപ്പം ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ ഡെലിവറി സൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം ഗൈസ്. നേരെ പൊന്നു വച്ചാമാരെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഇന്നാണെങ്കിൽ എല്ലാം ഉണ്ടായിരുന്നു ഗൈസ് അവിടെ ആണെങ്കിൽ. അപ്പം ഞാനാണെങ്കിൽ തെള്ളി പിടിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറിയതിന് ശേഷം അവിടെ സൈൻ ഇട്ടതിന് ശേഷം നമുക്ക് തരേണ്ടുള്ള ബാഗും എടുത്ത് കൊറിയറും എടുത്ത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൊക്കേഷനുകളൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം ഫസ്റ്റ് ലൊക്കേഷൻ റൈറ്റിലോട്ടാണ് ഗൈസ് കാണിക്കുന്നത്. റൈറ്റാണ് കേട്ടോ ഗൈസ്. നമുക്ക് റൈറ്റും ലെഫ്റ്റും അറിഞ്ഞു തുടങ്ങി തെയ്യും കേട്ടോ ഗൈസ്. ഇതിനകത്ത് ഇങ്ങനെ പറയത്തുള്ളൂ റൈറ്റ് ലെഫ്റ്റ്. എവിടെയെങ്കിലും ചെല്ലുമ്പം റൈറ്റ് ലെഫ്റ്റ് എന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ പോകണം ഗൈസ്. അതാണ് ഗൈസ് ഇത്. അപ്പോൾ ഇവിടെ തോന്നുന്നു ഗൈസ് ഈ ഒരു ചേട്ടൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടുള്ളത് ഗൈസ്. അപ്പം ചേട്ടൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചേട്ടൻ്റെ ആളൊക്കെ ഞാൻ ഡെലിവറി ആക്കിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ നമ്മൾ കൊറിയർ കൊടുത്ത ഒരു ചേട്ടനാണ്. അടുത്ത ആർക്കാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടുക ഗൈസ്. വല്ല KTM അടുത്ത് ഇറങ്ങിയാൽ മതിയായിരുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ഈ ഗ്രാമത്തെ ഈ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പം ഈ ഗൈസ് ഈ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇറങ്ങിയ ശേഷം ഇവിടെ വല്ലതും വെക്കാൻ ഗൈസ്. ഇവിടെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോവാം ഗൈസ്. നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതുങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എണീക്കുമ്പോൾ തുറന്ന്
നോക്കിയാൽ മതിയായിരുന്നു, അന്നേരം ഗൈസ് നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പം രണ്ടാമത്തെ ഇതുങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അടുത്ത ഈ ചേച്ചിക്കാണ് ഗൈസ്, ഈ ചേച്ചിക്കൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ അങ്ങനെ അവർക്ക് ആരോടൊന്നും ഇല്ല ഗൈസ്, ഞാനാണെങ്കിൽ ചമ്മി പോയി ഗൈസ്. ഇപ്പം നമുക്ക് എത്ര എണ്ണം കഴിഞ്ഞു ഗൈസ്? 2 എണ്ണം ആണ്ടെയാണ് ഇപ്പോൾ കഴിഞ്ഞത് ടോട്ടല്. അടുത്ത ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടുള്ളത്. നമുക്കാണെങ്കിൽ അടുത്ത അപ്പുറം ഇറങ്ങണമെന്ന് ഇതിലേ പോകണമെന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ ഗൈസ്. നമ്മളെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നു, അതേ കണക്ക് പോകുന്നു ഗൈസ്. ഇത് ഏത് വഴി ഗൈസ്? ഇവിടെ ഒന്നും വീടില്ലല്ലോ, ഇവിടെ പിന്നെ എവിടെ പോകുന്നു ഗൈസ്? നമ്മളാണെങ്കിൽ പിന്നെ ഡെസേർട്ടിൽ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഹാറ മരുഭൂമിയിലായിരിക്കും നമ്മൾ പോകുന്നത് ഗൈസ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറ് ഗൈസ്. നമ്മുടെ സിറ്റിയിലെ ചെറിയൊരു റോഡാണ് ഗൈസ്, എനിക്ക് ഇഷ്ടമില്ലാത്ത റോഡിലാണ് ഇപ്പം നമ്മൾ വണ്ടി ഓട്ടുന്നത് ഗൈസ്. ഇത്രയും കറങ്ങുന്ന ഒരു കാര്യമില്ലായിരുന്നു ഗൈസ്. ഈ ഗൂഗിൾ മാപ്പ് ഫുള്ള് തെറ്റാണ് ഗൈസ്. ഇത് പോയി നമ്മളിപ്പം പോയ വരിയല്ലേ ഗൈസ് ഇത്? ഇവിടെ ആയിട്ടാണ് ഗൈസ് ഡെലിവറി വരുന്നത്. എന്നിട്ടാണ് ഗൈസ് ഇത്തരങ്ങളെന്ന് കറങ്ങിയത്. എൻ്റെ പൊന്നു മോനെ ഗൈസ്. അപ്പം നമുക്ക് ചെറിയൊരു പനിയാടുകളൊക്കെ സ്വരങ്ങളൊക്കെ ഇച്ചിരി വ്യത്യാസം കാണും. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ ഇവിടെ ആളൊക്കെ ഡെലിവറി കൊടുക്കാൻ സമയമായി ഗൈസ്. അപ്പം ഇവിടെ ആയിട്ട് ഗൈസ് നമുക്കാണെങ്കിൽ ഇവിടെ ആയിട്ട് എന്തുവാണ് ഗൈസ് കൊടുക്കേണ്ടുള്ളത്? ഇവിടെ ആയിട്ടൊന്നും കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ കിടന്ന് ഹോൺ അടിച്ചിട്ട് ആരും ഇറങ്ങി വരുന്നില്ല. അപ്പം ഗൈസ് നമുക്ക് അതും ക്യാൻസൽ ആക്കിയേക്കാം. ഇവിടെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, വിളിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പം ഗൈസ് അതും ആളൊക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഒരു വീട്ടിൽ കൊടുക്കുന്ന ഹെൽമെറ്റാണ് ഗൈസ് എടുത്തിട്ടേക്കുന്നത്. പോലീസ് വല്ലതും ഉണ്ടെങ്കിൽ ഗൈസ് പൊക്കും ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ അടുത്ത വീട്ടിലോട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആണോ ഗൈസ് ഹെൽമെറ്റ് കൊടുക്കുന്നത്? അല്ല ഇവിടെ വേറെയാണ്. നമുക്ക് ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വെച്ചേക്കാം ഗൈസ്. അങ്ങനെ ആ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മളെ വണ്ടിക്കാണെങ്കിൽ ഓയിലും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ, എന്തായാലും അടിച്ചേക്ക് ഗൈസ്. വരി വെച്ച് തള്ളേണ്ടുള്ള ആവശ്യമില്ല. എന്തായാലും ഗൈസ് ഒരു 100 രൂപയ്ക്ക് അടിച്ചേക്കാം ഗൈസ്. 100 രൂപയ്ക്കൊന്നും വേണ്ട, ഒരു 50 രൂപയ്ക്ക് അങ്ങ് അടിച്ചേക്കാം. 25-ന് പെട്രോളൊന്നും ഇല്ലല്ലോ ഇപ്പം. അപ്പം നമുക്ക് 50 രൂപയ്ക്ക് അടിക്കാം ഗൈസ്. അപ്പം ഗൈസ് അപ്പം നമ്മൾ 50 രൂപയ്ക്ക് അടിക്കുകയാണ്. ഇതാണെങ്കിൽ കയറാനും പാടാണ് ഗൈസ്. 50 രൂപയ്ക്ക് ഇത് കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിക്കാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടതിൻ്റെ തന്നെ 50 രൂപയ്ക്കൊക്കെ മതി ഗൈസ്. പിടിച്ചങ്ങ് നിന്നോളും ഗൈസ് കുറേ നേരം ഗൈസ്. അടുത്തടുത്താണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റ് എടുക്കാനുള്ള അടുത്തടുത്താണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഹെൽമെറ്റ് നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ഗൈസ്. ഗൈസ് ഈ സ്ഥലത്താണ് ഗൈസ് ഹെൽമെറ്റ് കാണിക്കുന്നത്. ഇവിടെ തന്നെ ഗൈസ്, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ് ഇവിടെ ആണോന്ന്. ഇവിടെ തന്നെയാണ് ഗൈസ്, ഇവിടെ തന്നെയാണ് നമ്മളെ ഹെൽമെറ്റ് നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. അപ്പം നമ്മളെ ഹെൽമെറ്റ് കാണൊക്കെ ഇവിടെയാണ് ഗൈസ് നമുക്ക് ഊരി വെക്കേണ്ടുള്ളത് ഗൈസ്. അവനെ ഊരി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനകത്ത് പേരൊക്കെ ഉണ്ട് ഗൈസ് നമ്മളെ കൊറിയർ ഓഫീസിൻ്റെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഡെലിവറി എങ്ങോട്ടാണ് ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് എവിടെയാണോ ഗൈസ് അവിടെ പോവാം ഗൈസ്. ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് എവിടെയാണ്ടാ ഗൈസ്. നമുക്ക് ലൊക്കേഷൻ കാണിക്കുന്നിടത്തോട്ട് നൈസിന് വിടാം. എൻ്റെ പൊന്നെ ഈ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര പാട് ഗൈസ്. ഞാൻ കിക്കറടിച്ച് എൻ്റെ കാല് പൂപ്പാടായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ കിക്കർ വലുതായിട്ട് അടിച്ചില്ല, 2 വട്ടം അടിച്ചപ്പോഴാണ് ഗൈസ് എൻ്റെ കാല് കയറി ഉളിക്കിയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പം ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. അടുത്ത് ഇവിടാണ്ടായിട്ടാണല്ലോ കാണിക്കുന്നത് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ കയറി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടായിട്ടുണ്ടോ ഗൈസ്? ഇവിടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. കറക്റ്റ് നോക്കിയില്ലെങ്കിൽ ഗൈസ് നമ്മൾ പണി പാളം ഗൈസ്. ഇവിടായിട്ട് ആൾക്ക് നമുക്ക് ബോക്സ് വെക്കാം ഗൈസ്. അപ്പം എല്ലാം ചെറുതായിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യത്തുള്ളൂ ഗൈസ്. ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ കൊടുത്തതാണ് ഗൈസ്. ഇതിനകത്തുള്ള അവർ പെയിൻ്റ് അടിച്ചങ്ങ് വെച്ചു ഗൈസ്. ഇതിനകത്തുള്ള നമ്പർ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. പോലീസും എല്ലാം കാണാനെങ്കിൽ പൊക്കും ഗൈസ്. അടുത്ത ഡെലിവറിക്ക് ഞാൻ വല്ല KTM എടുത്തുകൊണ്ട് വരത്തുള്ളൂ ഗൈസ്. ഈ ഒരു ബൈക്ക് ഞാൻ ഒരിക്കലും എടുക്കത്തില്ല ഗൈസ്. നമ്മൾ പാടുപെട്ടൊരു പെടലായി ഗൈസ്, വല്ലാത്ത പെടലായിപ്പോയി ഗൈസ്. നമ്മളാണെങ്കിൽ ഇതാണെങ്കിൽ വലിയ മൈലേജ് ഉണ്ടെങ്കിലും ഇതാണെങ്കിൽ കയറാൻ പാടാണ് ഗൈസ്. തേരിയൊക്കെ പയ്യെ കയറത്തോളൂ ഗൈസ്. ഇഴഞ്ഞ് പോകത്തോളൂ. അടുത്ത വല്ലവരും ഓഫ് റോഡ് വണ്ടി വല്ലതും എടുത്തുകൊണ്ട് പോവേണ്ടി വരും ഗൈസ്. അടുത്ത നമ്മളെ ഹമ്മർ എടുക്കാമെന്നാണ് എൻ്റെ വിചാരം ഗൈസ്. അപ്പം ഇതിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ വെച്ച് ഒരു കൂട്ടി എന്നാണ് ഗൈസ് ഇതൊരു ഹമ്മർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ് വേറെ ജോലിക്ക് കൂടെ പോയതിന് ശേഷം അതിൽ നിന്നൊരു പൈസ ഉണ്ടാക്കി നമ്മളൊരു ഹമ്മർ ഞങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും.
കിട്ടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഒരു ഹമ്മറുകളൊക്കെ എടുക്കുന്നതായിരിക്കാം. ഗീവ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അടുത്ത സ്പോട്ടാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് ഇറങ്ങി എന്നൂടെ ഗൈസ്. ആദ്യത്തെ ചേട്ടനാണെങ്കിൽ നല്ല മര്യാദയ്ക്ക് ഇറങ്ങി എന്ന് കൊടുത്ത് ഗൈസ്. ഇവിടെ ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഗൈസ് ബോക്സ്. എന്തിനാ ഗൈസ് എല്ലാവർക്കും ഒന്ന് ഇറങ്ങി എന്ന് നമ്മളെ വിഷയൊക്കെ ചെയ്തു. ഒരു ചെറിയൊരു കൈനീട്ടമൊക്കെ തന്നു. നമ്മൾ പുതിയ ആളല്ലേ ഗൈസ്, ചെറിയൊരു ഞാൻ വിചാരിച്ചൊരു കൈനീട്ടവും കിട്ടുമെന്ന് ഗൈസ്. അങ്ങനെ പറന്ന് ഗൈസ് നമ്മളെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ നൈസനാണെങ്കിൽ ബൈക്കാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലൈ മോഡ് വെച്ചായിരുന്നു ഗൈസ് ഇന്നലെ കൊണ്ട്. ഞാൻ വിചാരിച്ചു വലിയ വലിയ ഓഫ് റോഡും മലകളും കാണുമെന്ന്. എന്നാൽ ഒരു മലയില്ല ഗൈസ്, വലുതായിട്ട് വലിയ ഓട്ടങ്ങളൊന്നും വന്നില്ല ഈ പ്രാവശ്യം. എന്തായാലും ഗൈസ് നമ്മളെ ബൈക്കുകളൊക്കെ ഇങ്ങോട്ട് നമുക്ക് ലാൻഡ് ചെയ്ത് വെക്കാം ഗൈസ്. എന്തായാലും ഇതെല്ലാം കൊണ്ടുപോയി പെട്ടെന്ന് ഊരട്ട് ഗൈസ്. നല്ല ചൂടുണ്ട് ഗൈസ്. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഇപ്പം നല്ല ചൂട് ഗൈസ്. ഒരു നല്ല കാലാവസ്ഥ ഒന്നും നമുക്ക് കിട്ടത്തില്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഒറ്റ ചേട്ടോ എൻ്റെ പൊന്നെ, ഈ രക്തമാണെങ്കിൽ ഭയങ്കര രക്തമാണ് ഗൈസ്. നല്ല കുറേ രക്തമുണ്ട് ഗൈസ് എനിക്ക്. അപ്പം കണ്ടോ ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് മറിഞ്ഞ് വിടതേ ഉള്ള അപ്പരേ രക്തം വന്നു ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ഊരട്ട് ഗൈസ്. എന്നി മാസ്ക് ഊരട്ട് എന്തെങ്കിലും ഷോർട്സ് കാളൊക്കെ എടുത്തില്ല. ഇത് ഉണങ്ങി ഗൈസ്. എന്തായാലും ഭാഗ്യത്തിന് ഇത് ഉണങ്ങി. ഞാൻ വെച്ച് ഈ നിക്കറൊന്നും ഉണങ്ങത്തില്ലെന്ന്. ആ ഷോർട്സ് ഉണങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ എന്തിനാ ഈ ഗ്ലാസ്സിലേക്ക് കയറി പോകുന്ന ഗൈസ്. നമ്മൾ ഡിഫൻഡറൊന്നും എടുത്തില്ല ഗൈസ്, കരുവി ഇട്ടതാണ് ഗൈസ്, പിന്നെ നമ്മൾ എടുത്തിട്ടില്ല. എന്തായാലും ഗൈസ് നമുക്കൊന്ന് നീന്തി കുളിച്ചേക്കും ഗൈസ്. എൻ്റെ പൊന്നെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, നമ്മളെ ബോഡിക്കാണെങ്കിൽ ചൂടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.